സതിയുടെ അവതാരം. ബ്രഹ്മാവിന്റെ തിരുനാമത്തിൽ നിന്നാണ് ശിവന്റെ ഉത്ഭവം. ശിവൻ പ്രവർത്തന നിരതനാകാൻ വേണ്ടി മഹാമായയുടെ ഒരു അംശം പ്രജാപതികളിൽ ഒരുവനായ ദക്ഷന്റെ പുത്രിയായി സതി എന്ന പേരിൽ അവതരിച്ചു. സതിയുടെ അവതരണത്തെ സംബന്ധിച്ച ഒരു കഥ ദേവി ഭാഗവതം 9ാം സ്കന്ധത്തിൽ കാണുന്നുണ്ട്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ ഹാലാഹലന്മാർ എന്ന പേരോടുകൂടിയ ചില ദൈത്യന്മാർ ജാതരായി. മഹാപരിക്രമികളും ഘോരന്മാരും ആയിത്തീർന്ന അവർ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷമാക്കി വേണ്ട വരങ്ങളെല്ലാം വാങ്ങിയ ശേഷം കയ്യൂക്കുകൊണ്ട് 3 ലോകങ്ങളും കീഴടക്കി. ത്രിമൂർത്തികളെ നിരോധിച്ചു. വിഷ്ണുവും ശിവനും കുഴങ്ങി. ഗത്യന്തരമില്ലാതെ അവർ ആ ദൈത്യന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു. 60,000 വർഷം അതിഭയങ്കരമായ യുദ്ധം നടന്നു. ദൈത്യന്മാരും ദേവന്മാരും വിവശരായി. വിഷ്ണുവും ശിവനും കർമ്മവിമുഖരായി തീർന്നു. ബ്രഹ്മാവ് വിവരം മനസ്സിലാക്കി. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സ്വയം ഏറ്റെടുത്ത ശേഷം പുത്രന്മാരായ സനകാദികളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ സനകാദികളെ, ഹരിഹരന്മാർ സ്ഥിതി സംഹാര കർമ്മങ്ങൾ നിർവഹിക്കാൻ സമർത്ഥന്മാരല്ലാതെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ പ്രപഞ്ച വ്യാപാരങ്ങളെല്ലാം നടത്തുന്നത് ഞാൻ തനിച്ചാണ്. അതിനാൽ എനിക്ക് തപസ്സു ചെയ്യാൻ സമയം ലഭിക്കുന്നില്ല. മഹാമായയെ നിങ്ങൾ തപസ്സു ചെയ്ത് പ്രസാദിപ്പിക്കണം. ആ പരാശക്തി പ്രസാദിക്കത്തക്കവണ്ണം തപസ്സു ചെയ്യുക. ദേവി അവതരിക്കുന്ന കാലം ലോകത്തിൽ പ്രസിദ്ധമായി തീരും. ബ്രഹ്മാവിന്റെ ആജ്ഞ കേട്ടയുടനെ ദക്ഷൻ ആദിയായ പ്രജാപതികൾ ഹിമവൽ പാർശ്വത്തിലുള്ള വനാന്തരത്തിലേക്ക് പുറപ്പെട്ടു. അവർ അവിടെയെത്തി മായാബീജ ജപത്തോടുകൂടി ദേവിയെ തപസ്സു ചെയ്യാൻ തുടങ്ങി. തപസ് 1,00,000 സംവത്സരം നീണ്ടുനിന്നു. ഒടുവിൽ മഹാദേവി പ്രസാദിച്ച് പാശാങ്കുര വരാഭീതിതരങ്ങളായ 4 തൃക്കൈകളോടും കൂടി 3 നേത്രങ്ങളോടും കൂടി പ്രത്യക്ഷ ദർശനം കൊടുത്തു. രക്ഷാദികൾ ദേവിയെ സ്തുതിച്ചു. ദേവി വരങ്ങൾ കൊടുത്തു. മാത്രമല്ല ദക്ഷപുത്രിയായി ജനിക്കാമെന്ന് വാഗ്ദാനവും ചെയ്തു. അവർ തിരികെ പോന്നു.